തൃശ്ശൂരിന്റെ മണ്ണിൽ തുടക്കമിട്ടുകൊണ്ട് ഒരു സുവർണ സിംഹാസനം എന്നതിനപ്പുറത്തേക്ക് എത്രയോ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തിയ ഒരു പേര്, ജനങ്ങൾ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരവും ആദരവും സ്വീകാര്യവും തന്നെയാണ് ജോയ് അലൂക്കാസിന് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ എന്നൊരു പേര് കൂടി കിട്ടിയത്. അങ്ങനെ നമ്മൾ നൽകിയിരിക്കുന്ന എല്ലാ സ്നേഹ സഹകരണങ്ങളും വിശ്വാസവും നേടിയെടുത്തുകൊണ്ട് വളർച്ചയുടെ ഉയരങ്ങൾ കീഴടക്കി ഇന്ന് ലോകരാഷ്ട്രങ്ങളിലൊക്കെ അഭിമാനത്തോടു കൂടി നിൽക്കുമ്പോഴും അതെല്ലാം ഒരു തൃശ്ശൂരിന്റെ ഐശ്വര്യമാണ്, അല്ലെങ്കിൽ ഒരു തൃശ്ശൂർക്കാരന്റെ ആത്മവിശ്വാസത്തിന്റെ വിജയമാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും അത് തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വലിയ നന്മയുടെ സതുദ്ദേശത്തോടു കൂടി തന്നെ ഒരു കൂട്ടായ്മയ്ക്ക് നമ്മൾ ഇന്നിവിടെ തുടക്കമിട്ടിരിക്കുകയാണ്. വേൾഡ് ക്യാൻസർ ഡേയോടനുബന്ധിച്ച് തന്നെ ജോയ് അലൂക്കാസ് ഫൗണ്ടേഷനും ജോയ് അലൂക്കാസ് ഗ്രൂപ്പും നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ പത്രമാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അത് ഒരു വലിയ വാർത്തയാണ്. പ്രയാസം അനുഭവിക്കുന്ന അർബുദ ബാധിതരായിട്ടുള്ള സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ കൈത്താങ്ങ് തന്നെയാണ്. 2 കോടി രൂപയുടെ ചികിത്സാ ധനസഹായമാണ് അന്ന് സാർ അവിടെ വെച്ച് പ്രഖ്യാപിച്ചത്. അതിന്റെ ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ഇന്ന് തൃശ്ശൂരിന്റെ മണ്ണിൽ 150 കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് നമ്മൾ അത് ഇവിടെ നിന്ന് നൽകുകയാണ്. ഇതിന്റെ ഒരു തുടർച്ച ഇനി കേരളത്തിലുടനീളമുള്ള വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ ഷോറൂമുകൾ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് നമ്മളത് തുടർന്ന് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഏറ്റവും നന്മയുള്ള തുടക്കം ഇത് തൃശ്ശൂരിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം. ഏറെ സ്നേഹത്തോടെ ഈ ധന്യമായ ചടങ്ങുകളുടെ ഭാഗമാകാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരങ്ങളോടെ സ്വാഗതം നേരുകയാണ്. പ്രത്യേകിച്ചും സാംസ്കാരിക രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തെ വിശിഷ്ടാതിഥികൾ, പത്ര ദൃശ്യമാധ്യമങ്ങളിലെ മാധ്യമ സുഹൃത്തുക്കൾ, പുരോഹിത ശ്രേഷ്ഠർ, വിവിധ സംരംഭങ്ങളുടെ ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന വിജയ പാതയിൽ മുന്നിട്ട് നയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ കൂടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. സാധാരണക്കാരായ നന്മയുടെ ഒരു വഴികളിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ടുപോകുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ വ്യക്തികൾക്കും ഈ ഒരു വലിയ സദസ്സിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നേരുകയാണ്. ഔപചാരികമായ ഒരു വലിയ പുതിയ തുടക്കത്തിന്റെ ഭാഗമാകാനായിട്ട് എത്തിച്ചേർന്ന നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടി തന്നെ വിശിഷ്ടാതിഥികളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട പേരുകളിൽ ഒന്നെന്ന് പറയുന്നത് ജോയ് അലൂക്കാസ്. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത തലങ്ങളിൽ ചിന്തിക്കാനും അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം നൽകിക്കൊണ്ട് സ്പ്രെഡിങ് ജോയ് ആ ഒരു പുസ്തകം തന്നെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് വായിച്ചിരിക്കണം. ഇനി അത് വായിച്ചവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ജീവിതത്തിൽ എല്ലാ തുടക്കങ്ങൾക്കും വലിയ ആദ്യ ചുവടുവെപ്പും ഒക്കെ നമുക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെത്. ജോയ് അലൂക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോയ് അലൂക്കാസ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്നേഹാദരം കൂടെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ ജോയ് അലൂക്കാസ് ഗ്രൂപ്പിന്റെ എല്ലാ പുതിയ വലിയ തുടക്കങ്ങൾക്കും എല്ലാ സംരംഭങ്ങളുടെയും ഒരു വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലും എല്ലാ ഈ ഒരു വിശേഷപ്പെട്ട മുഹൂർത്തത്തിലും എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന അടുത്തൊരു പേര്, ഈ വിജയങ്ങൾക്കെല്ലാം കാരണമായി മാറിയ ഞങ്ങളുടെ പ്രിയങ്കരിയായ ഞങ്ങളുടെ ഡയറക്ടർ ശ്രീമതി ജോയ് അലൂക്കാസ്, 2 പേർക്കും സ്നേഹാദരങ്ങളോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം നേരുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടി തന്നെ ഔപചാരികമായ സദസ്സിലേക്ക് ബഹുമാനപൂർവ്വം അവരെ ക്ഷണിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന അഭിമന്യ പിതാവിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ ഈ ചടങ്ങ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മുഹൂർത്തമായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. ബഹുമാനപൂർവ്വം അദ്ദേഹം ഇന്നിവിടെ വന്നതിനും ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകാൻ സാന്നിധ്യം അറിയിച്ചതിനും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. നമസ്കാരം പിതാവെ, ഒരുപാട് സന്തോഷം. ഈ ചടങ്ങിന്റെ ഭാഗമാകാനായിട്ട് എത്തിച്ചേർന്ന പിതാവിന്റെ സാന്നിധ്യം ഞാൻ സ്റ്റേജിൽ ആഗ്രഹിക്കുന്നുണ്ട്. ദയവായിട്ടൊന്ന് വേദിയിലേക്ക് വരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സ്നേഹാദരങ്ങളോട് കൂടി തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റൊരു സാന്നിധ്യം കൊണ്ട് ഈ വേദിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകാനായി എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ ജൂലിയസ് അറക്കൽ CMI അച്ഛന്റെ സാന്നിധ്യം ഞാൻ ഈ വേദിയിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. അമല ഹോസ്പിറ്റലിന്റെ ബഹുമാനപ്പെട്ട നമ്മുടെ ഡയറക്ടർ, അദ്ദേഹം ഒക്കെ വളരെ തിരക്കുകളേറിയ സാഹചര്യത്തിലും ഇവിടെ വരേണ്ട അനിവാര്യതയുണ്ട്. ഇത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിലപാടിൽ അങ്ങനെ ഒരു ചടങ്ങാണ്. അതിന്റെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛന്റെ സാന്നിധ്യം നമുക്കിവിടെ സാധിക്കുകയെന്ന് കാണുന്നത്. ദയവായിട്ട് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കൗൺസിലർമാരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ജോയ് ബാസ്റ്റ്യൻ ചക്കോള, അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേദിയിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഔപചാരികമായി വൈകുന്ന രീതിയിൽ ഒരു പദ്ധതിയാണെന്ന് അവിടെ പ്രഖ്യാപിച്ചത്. അതിന്റെ ആദ്യ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 150 പേർക്കാണ് ഇന്ന് ഒരേ സമയം ആ സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുള്ള ചികിത്സാ സഹായം ലഭിക്കാൻ പോകുന്നത്. അതിന്റെ വലിയ തുടക്കത്തിലാണ് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നതും. ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാനും ഒരു ആമുഖം നൽകുന്നതിനും ഒക്കെയായി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമുക്കേറെ പ്രിയങ്കരിയായ ഒരു വ്യക്തിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജോയ് അലൂക്കാസ് എന്നുള്ളൊരു പേര് വിശ്വാസം കൊണ്ട് നേടിയെടുത്തൊരു പേരാണ്. എത്രയോ വർഷങ്ങളായി നമ്മുടെ ശീലങ്ങളിൽ പെട്ടൊന്നാണ്. ചെറുതും വലുതുമായിട്ടുള്ള എന്ത് സന്തോഷങ്ങൾ വരുമ്പോഴും എത്ര വലിയ തുടക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അവിടെ എല്ലാം ഒരിക്കലെങ്കിലും സന്ദർശിക്കാതെ പോകുന്നവർ
വളരെ ചുരുക്കമായിരിക്കും അല്ലെ. നമ്മൾ പലരും ആ പേര് കേട്ടിട്ടുള്ളവരാണ്, അവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഓരോ തീരുമാനങ്ങളിലും മറ്റുള്ളവർക്കും സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന അർബുദബാധിതരായിട്ടുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങൾക്ക് ഒരു കൈത്താങ്ങ് നൽകുന്ന ഒരു ഉദ്ദേശശുദ്ധി കൂടി ഈ പദ്ധതിക്കെല്ലാം ചേർത്ത് പിടിച്ച് പറയാനുണ്ട്. ഇന്നും അദ്ദേഹം ഇവിടെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ, എത്ര വ്യക്തതയോടുകൂടിയാണ് ഈ ഒരു വേദി അദ്ദേഹം നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ശ്രീമതി ജോയ ലൂക്കാസ്, ഡയറക്ടർ ജോയ ലൂക്കാസ് ഗ്രൂപ്പ്. സ്നേഹാദരങ്ങളോടെ ഞാൻ മാമിനെ ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാമിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് ഒരു വലിയ വേദിക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ട്. ഒരു ഗംഭീരമായ കയ്യടികളുമായി ഇത് മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഓരോ വ്യക്തികളെയും സഹോദരന്മാരായി അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള കരുണയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു വലിയ തുടക്കമാണ് നമ്മളിവിടെ നിർവഹിച്ചിരിക്കുന്നത്. മാമിന്റെ വാക്കുകളിലേക്കായി ഔജി മാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിന്നൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്കറിയാം, ഇന്ന് ലോകത്തെ കാർന്നു തിന്നുന്ന ഈ രോഗത്തിൽ നിന്ന് ഒരു മുക്തി നേടുവാനുള്ള ഒരു ആശ്വാസം ഇന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മളിന്ന് പണത്തിലൂടെ കൊടുക്കുന്ന ഈ സഹായം അതത്ര വലിയ കാര്യമൊന്നുമല്ല. ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് ഞാൻ അറിയുന്നു. നമുക്കിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങൾ അതത്ര വലുതാണെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അപ്പം അത് പൂർണ്ണമായിട്ടും ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ അതിൻ്റേതായിട്ടൊരു ചെറിയൊരു അംശം ഞങ്ങളിൽ നിന്ന് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ആ നല്ല തീരുമാനം എടുക്കുന്നതിന് വ്യക്തിപരമായി ഞാനും ഈ ഒരു വലിയ കുടുംബത്തെ അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി ഒരു അവസരം നൽകിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ എല്ലാവരും കാതോർത്തിരിക്കുന്നത് പോലെ തന്നെ ജോയ ലൂക്കാസ് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ തുടക്കങ്ങൾക്കെല്ലാം കാരണമായി നിന്നുകൊണ്ട് അതൊരു ചെറു പുഞ്ചിരിയിലൂടെ ഒരു വലിയ വേദിയെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തുകയും ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ജോയ ലൂക്കാസ് ഗ്രൂപ്പ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ഒരു സദസ്സ് കൂടിയാണിത്. പക്ഷേ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഏറ്റവും വലിയ മനസ്സിന്റെ നന്മയാണ് ഈ ഉയരങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കുന്നത്. നിങ്ങളെപ്പോലെ ഞാനും കാതോർത്തിരിക്കുകയാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി. എപ്പോഴും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഇത്തരത്തിലുള്ള സാന്ത്വന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരു മനസ്ഥിതി, ധനസ്ഥിതി എന്നതിനപ്പുറത്തേക്ക് അത് നൽകാനുള്ള മനസ്സ് തന്നെയാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത്. സ്നേഹാദരങ്ങളോടെ ബഹുമാനപൂർവ്വം ജോയ ലൂക്കാസ് ഗ്രൂപ്പിന്റെ എല്ലാമായി ഞങ്ങളുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോയ ലൂക്കാസ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, പ്രത്യേകിച്ച് ഇന്നൊരു പിതാവും കൂടി ഗസ്റ്റായിട്ടിട്ട് നമുക്ക് സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാനായിട്ട്, നമ്മൾ വേൾഡ് ക്യാൻസർ ഡേ എന്നുള്ള ആ ഒരു ഡേക്ക് വേണ്ടി നമ്മളൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. 1000 അപ്ലിക്കൻ്റ് കിട്ടുന്ന 1000 പേർക്ക് 2 കോടി രൂപ ഈ പ്രോഗ്രാമിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷെ ആപ്ലിക്കേഷൻ ധാരാളം വരികയും കേരളത്തിലുള്ള ഞങ്ങളുടെ 10 ഷോപ്പുകളിലായിട്ട് 100 പേർക്ക് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് അത് 150 പേരായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇറ്റ് മീൻസ് 2 കോടിയിൽ നിന്ന് 3 കോടിയിലേക്ക് മാറ്റി. അതിൻ്റെ ഫസ്റ്റ് സ്കീമിൽ ഫസ്റ്റായിട്ട് ഞങ്ങളിവിടെ ചെയ്യാനായിട്ട് തൃശ്ശൂരാണ് ഇപ്പോൾ ചെയ്യുന്നത്. തൃശ്ശൂർ ഉള്ള 150 പേർക്ക് ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഇന്നും നാളെയായിട്ട് ചെയ്യുന്നതായിരിക്കും. ഫോളോഡ് ബൈ മറ്റ് ഷോപ്പുകളിലും അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ 150 വെച്ച് 10 ഷോപ്പുകളിലും ഇത് ഞങ്ങൾ പ്രാവർത്തികമാക്കും. ഇതിനുശേഷം ഞങ്ങളുടെ പല പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസറിനോടനുബന്ധിച്ച് തന്നെ ഞാൻ അന്ന് പറയേണ്ട ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ പണിയുക എന്നുള്ളത്. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് തന്നെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കും.
പ്രത്യേകിച്ചും ക്യാൻസറിനോടനുബന്ധിച്ചിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കും മെയിനായിട്ട്. ഒരു മൾട്ടി ഹോസ്പിറ്റലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ ജോയ ലുക്കാസ് ഫൗണ്ടേഷൻ പല കാര്യങ്ങളിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന ഏരിയയിലാണ് ഞങ്ങൾ കൂടുതൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന് കാരണം ഞങ്ങളുടെ ഇൻകം കൂടുതലും ജനറേറ്റ് ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ അവിടെയും സാധാരണക്കാരും പാവപ്പെട്ടവരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ ബാക്ക് ടു സൊസൈറ്റി എന്നുള്ള ഒരു സ്കീമിൽ കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. എന്നാലും നമ്മുടെ നാട്ടിലും പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും നന്ദി, താങ്ക്സ്. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. വേൾഡ് ക്യാൻസർ ഡേയോടനുബന്ധിച്ച് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. 2 കോടി രൂപ അങ്ങനെ തുടങ്ങിയതാണ് നമ്മൾ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരുപാട് അപ്ലിക്കേഷൻസ് അതിനോടൊപ്പം തന്നെ വന്നു. വീണ്ടും അത് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതിന് അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ആ കുടുംബത്തിന്റെ കൂടെ ഉണ്ടായിരിക്കും. ബിസിനസ്സിനപ്പുറത്തേക്ക് ലാഭേച്ഛയില്ലാതെ സുതാര്യമായ പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചുകൊണ്ട് തന്നെ നാടിനും പ്രിയപ്പെട്ട സമൂഹത്തിനും ഒക്കെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പിൽ അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ് ജോയ് ആലുക്കാസ് എന്ന പേര്. നക്ഷത്ര ശോഭയുള്ള പേര് ഇനിയും തിളങ്ങട്ടെ എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാനുള്ളത്. ഈ ചടങ്ങിൽ അഭിമന്യ പിതാവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ വളരെ വിലമതിക്കാനാകാത്ത ഒന്ന് തന്നെയാണ്. ഒത്തിരി നന്ദി പറയുന്നു. പിതാവ് 2 വാക്ക് ഞങ്ങളോട് സംസാരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ അവസരത്തെ എനിക്ക് വീണ് കിട്ടിയ ഒരു വലിയ ഒരു അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ദൈവം എങ്ങനെ നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വലിയ ഒരു സാക്ഷിയാണ്. ഇന്ന് ഒരിക്കലും എൻ്റെ മനസ്സിൽ കാണാത്തതും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതുമായ ഒന്ന് ഇവിടെ എനിക്ക് സംഭവിക്കുന്നത്. എനിക്ക് ജോയ് ആലുക്കാസോട് നേരിട്ടുള്ള ഒരു വലിയ ഇടപെടൽ ഇല്ലെങ്കിലും തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലയിൽ ജോയ് ആലുക്കാസിന്റെ പ്രവർത്തനങ്ങളെ അടുത്തിരുന്ന് കണ്ട ഒരു വ്യക്തിയാണ്. ബിസിനസ് മാത്രമല്ല, അനുബന്ധിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ എങ്ങനെ ജോയ് ആലുക്കാസ് ഇടപെടുന്നു അതിന്റെ വലിയ ഒരു സാക്ഷിയാണ് ഞാനിവിടെ ഒരു കൺകൂടാ കാഴ്ചയായിട്ട് ഞാനിവിടെ കാണുന്നത്. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഔദാര്യമായിട്ട് അവര് ചെയ്യുന്ന വലിയ ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായി മാറുവാനും ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചെറിയ ഒരു മീറ്റിംഗില് വരുവാനും ഈ സാറിനോടും പിന്നെ മാഡത്തിനോടും സംസാരിക്കുവാനുമുള്ള വലിയൊരു കൃപ ദൈവം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവം നമുക്കെല്ലാവർക്കും അവസരങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ ആ അവസരങ്ങളെ ഉപയോഗിച്ച് എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് ഒരു വ്യക്തിയുടെ മഹത്വം. തനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ആ അവസരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഉള്ളതാണെന്നതുള്ള ഒരു തിരിച്ചറിവ് എന്ന് നമുക്ക് വരുന്നു. അന്നാണ് നമ്മൾ യഥാർത്ഥ വ്യക്തികളായിട്ട് മാറിത്തീരുക. ഞാൻ വിചാരിക്കുന്നു ജോയ് ആലുക്കാസ് സാറിനും ആ കുടുംബവും ഈ വലിയ ഒരു സംരംഭവും ഇതിനെ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തോടും അഭിമാനത്തോടുകൂടുമാണ് ഇവരെ നോക്കുന്നതും ഇവരുടെ പ്രവർത്തനങ്ങളും ജീവിതവും ഇവരുടെ കൂടെ ഉള്ള എല്ലാവരും. ഇന്ന് ഈ ഒരു സഹായം നേടുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നതിന്റെ ഒരു സാക്ഷിയാണ് ഇന്നിവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ രോഗം വന്ന ഈ രോഗത്തിന് വേണ്ടിയിട്ട് ശിക്ഷ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.
താങ്ക് യു സോ മച്ച്. പിതാവിന്റെ വാക്കുകൾക്ക് നന്ദി പറയുകയാണ്. ഈ വലിയ ഉദ്യമത്തിന് ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് വേദിയിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം ഫാദർ ജൂലിയസ് എരക്കൽ CMI അവർകളാണ്. അച്ഛനെ ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. അമല ഹോസ്പിറ്റലിന്റെ എല്ലാമാണ്. നമുക്കറിയാം, എത്രയോ വർഷങ്ങളായിട്ട് പലരും കാണുന്ന ഒരു മുഖമാണ്, അങ്ങനെ ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാൻ അച്ഛൻ ഓടിയെത്താറുണ്ട്. അച്ഛന്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ജോയ ലുക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ ജോയ ലുക്കാസ്, ജോളി ചേച്ചി, അഭിവന്ദ്യ ജോർജ് രാജേന്ദ്രൻ പിതാവ്, തക്കല രൂപതയുടെ അധ്യക്ഷനാണ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, കൗൺസിലറും ബെന്നിയും അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത, ഒരു ജോയ ലുക്കാസ് ഗ്രൂപ്പ് ഒരു ബിസിനസ് ശൃംഖലയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. തൃശ്ശൂരിന്റെ അഭിമാനമായിട്ട് ഒരുപാട് ബിസിനസ് ലോകമെങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്ന, തൃശ്ശൂരുകാരുടെ അഭിമാനമായിട്ട് നിൽക്കുന്ന ഒരു ജോയ ലുക്കാസ് ഗ്രൂപ്പ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തങ്ങളുടെ ഈ ബിസിനസ് ഒരു ബിസിനസ് മാത്രമല്ല, ഇത് മറ്റുള്ളവരെയും കൂടി ചേർത്ത് പിടിക്കാനുള്ളതാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, മറ്റുള്ളവരെയും കൂടി തങ്ങളോട് ചേർത്ത് പിടിക്കുക. അത് വെറുതെയുള്ളൊരു ചേർത്ത് പിടുത്തമല്ല, അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ജീവിതത്തിലേക്ക് കണ്ണുകൾ നീളാൻ, കാതുകൾ നീളാൻ, കരങ്ങൾ നീളാൻ ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെയൊക്കെ കണ്ടു, നമ്മളുടെ ആവശ്യങ്ങൾ കണ്ടു ജോയ ലുക്കാസ് ഗ്രൂപ്പ് എന്ന് വേണം നമ്മളിത് മനസ്സിലാക്കാൻ. ക്യാൻസർ രോഗത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ, അതിൻ്റെ വേദനകളെക്കുറിച്ച്, അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, സാമ്പത്തികമായിട്ടുള്ള ചിലവുകളെക്കുറിച്ച് നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ്, അമല ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗികളുടെ വേദന എന്താണെന്ന് നന്നായിട്ടറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങളാരും തനിച്ചല്ല, നിങ്ങളെ ഞങ്ങളൊക്കെ ചേർത്ത് പിടിക്കുന്നു. ഈ സമൂഹത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എന്ന് പറയുന്ന ഒരു സന്ദേശം ഈ ലോകത്തിന് ഈ ജോയ ലുക്കാസ് ഗ്രൂപ്പ് കൊടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും അവരോട് നന്ദിയുള്ളവരായിരിക്കാം. നമ്മളും ഇതോടുകൂടെ ഒന്നും തീരുന്നില്ല, ഒന്നും അവസാനിക്കുന്നില്ല. ക്യാൻസർ രോഗം വരുമ്പോഴത്തേനും അത് അവസാനിച്ചു എന്ന് ചിന്തിക്കാനൊന്നും ആയിട്ടില്ല. ഇതൊരു ജീവിതത്തിന്റെ ഒരു ബ്ലോക്ക് വന്നു എന്ന് മാത്രം ചിന്തിക്കുക. കൂടുതൽ ശക്തിയോടുകൂടെ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. നല്ല ചികിത്സകൾ കിട്ടിയാൽ അത് മാറിപ്പോകുമെന്ന് വിശ്വാസവും അനുഭവവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാറിപ്പോയി നിങ്ങളും ഇതുപോലെ തന്നെ ഈ മെയിൻ സ്ട്രീമിലേക്ക് വരികയും ഒരുപാട് പേരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുകയും ചെയ്യുന്നവരായി തീരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇത് വാങ്ങുക മാത്രമല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു പ്രചോദനം കൂടി നമുക്ക് കിട്ടട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഇതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന, ഇത്രയും വലിയ ഒരു കാരുണ്യ പ്രവൃത്തി കാഴ്ചവെക്കുന്ന ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ ജോയ് ആലുക്കാസിനും ജോളി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും നന്ദിയും ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ 1500 പേർക്ക് 3 കോടി രൂപ മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട്, സ്നേഹം അറിയിച്ചുകൊണ്ട്, ഇനിയും ഇതുപോലുള്ള മനസ്സ് എന്നും തുറന്നിരിക്കട്ടെ എന്ന് കൂടെ ആഗ്രഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. അച്ഛന്റെ വാക്കുകൾക്ക് പ്രത്യേകമായി നന്ദി പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആതുര സേവന രംഗത്ത് മാതൃകയായ മറ്റൊരു പേരാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ എന്നുള്ളത്. ബഹുമാനപ്പെട്ട ബെന്നി സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബഹുമാനായിട്ടുള്ള ഞങ്ങളുടെ CEO, അദ്ദേഹം എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും ചേച്ചി, അഭിവന്ദി പിതാവേ, ജൂലിയസ് അച്ഛ, ബാസ്റ്റിൻ, അഡ്വക്കേറ്റ് ബാസ്റ്റിൻ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല. 2 കൊച്ചു ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ചിന്ത, ജൂലിയസ് അച്ഛൻ പറഞ്ഞതുപോലെ വേദനിക്കുന്ന രോഗികളെ, അതിലുപരി രോഗികൾക്ക് ചികിത്സയ്ക്കുള്ള പണം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സമയത്ത് ഈ നിസ്വാർത്ഥമായ സേവനത്തിന് മുന്നോട്ട് വന്ന ജോയേട്ടനെയും പ്രത്യേകിച്ച് ജോളി ചേച്ചിയും സ്നേഹത്തിന്റെ ഭാഷയിൽ അഭിമാനവും നന്ദിയും അർപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കൊച്ചു ചിന്ത, ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉണ്ടാക്കിയ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് അതിൽ ഉപരിയായ വിശാല മനസ്കത വേണ്ടൊരു കാര്യമാണ്. അത് ഇന്ന ജാതിക്കോ ഇന്ന മതത്തിനോ
ഇന്ന മതവിഭാഗങ്ങൾക്കോ അതിവരമ്പുകളില്ലാതെ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ഈ സ്നേഹം എല്ലാവർക്കും പങ്കുവെക്കുന്ന ഈ മനസ്ഥിതി നമുക്ക് അഭിമാനപൂർവ്വം കാണുകയും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാനും സാധിക്കട്ടെ. ഒരുപക്ഷെ പൈസയാകണമെന്നില്ല, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് സമയമാകാം, മറ്റുള്ളവർക്ക് കേൾക്കലാകാം. ഈ സാന്ത്വനത്തിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ജോയേട്ടനും ജോളി ചേച്ചിയും കാണിച്ചു തന്നൊരു മാതൃക നമ്മെ ഓർമ്മിപ്പിക്കട്ടെ, സഹായിക്കട്ടെ. തുടർന്നും ജോയേട്ടന് അനേകരുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്താനായിട്ട്, ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് നന്ദി പറയും. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. ഈ സാന്നിധ്യത്തിനുമൊക്കെ ആശംസകൾ നിന്ന് സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കൗൺസിലർ ഈ വേദിയിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. സദസ്സിലുമിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആലുക്കാസിന്റെ 150 വ്യക്തികൾക്ക് 3 കോടി രൂപ ഔദാര്യമായി സഹായം ചെയ്യുന്ന ഈ ജോയ് ആലുക്കാസ് ഫേമിന്റെ MD ഏറ്റവും പ്രിയപ്പെട്ട ജോയ് ചേട്ടൻ, ജോളി ചേച്ചി, പിതാവ് ജൂലിയസ് അച്ഛൻ, ബിന്നിച്ചേട്ടൻ എത്രയോ മുന്നിലാണ് നമ്മുടെ തൃശ്ശൂർക്കാരനായ ജോയ് ചേട്ടൻ എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയുവാൻ സാധിക്കും. ഓരോ പുരുഷന്റെയും, പിന്നെ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഓരോ പുരുഷന്റെയും മുന്നിൽ വിജയത്തിന് ഒരു സ്ത്രീ ഉണ്ടാകും. ജോളി ചേച്ചിക്ക് എന്നെ അറിയില്ല, പക്ഷേ ജോളി ചേച്ചിയെ ഈ തൃശ്ശൂർക്കാർക്കൊക്കെ അറിയാം. ജോയിയുടെ പിന്നിൽ ഈ സഹായത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജോളി ചേച്ചിക്കും ജോയിയോടിനോടൊപ്പം ഈ ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷന്റെ എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, എൻ്റെ പേരും ജോയിയാണ്, അപ്പോൾ എനിക്കും ഇതിലൊരു ചെറിയ അഭിമാനമുണ്ട് എന്നുകൂടി പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഞാൻ അല്പസമയം മുമ്പ് നമ്മുടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് കൃത്യമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരുപക്ഷെ പേഷ്യൻസ് ആവണം നിർബന്ധമില്ല, അവരുടെ കുടുംബാംഗങ്ങളാവാം. 150 കുടുംബാംഗങ്ങൾക്കാണ്, അല്ലെങ്കിൽ 150 പേഷ്യൻസിനാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഇതിന് തുടക്കമിടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓരോരുത്തരും, ഒരു കുടുംബത്തിൽ നിന്ന് എത്ര പേര് വന്നിട്ടുണ്ട് എന്നുള്ളതല്ല, നമുക്ക് ഒരാളെങ്കിലും ഒന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു വലിയ പുതിയ തുടക്കത്തിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് നിൽക്കാം എന്നുള്ളത് തന്നെ. ലോക വനിതാ ദിനം, അതിൻ്റെ ഒക്കെ ആഘോഷങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ജോയ് സാറിന്റെ എല്ലാ ജീവിത വിജയങ്ങൾക്കും അദ്ദേഹത്തിന്റെ എല്ലാ സംരംഭങ്ങളുടെ വിജയത്തിന് ഒപ്പത്തിനൊപ്പമാണ് ജോളി മാം ഉള്ളത്. അപ്പൊ അതിന് പ്രത്യേകമായൊരു അഭിനന്ദനം കൂടി അവസരത്തിൽ നേരുകയാണ്. വളരെയേറെ സന്തോഷത്തോടെ ഞാനത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നമുക്ക് ഓരോരുത്തരായി ഇതിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും ഒന്ന് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്നത് ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ആ ചടങ്ങ് ഇവിടെ ഭംഗിയായിട്ട് നിർവഹിക്കാം. ദയവായിട്ട് അതിന് അതിഥികൾ, പത്ര ശ്രവ്യ ദൃശ്യമാധ്യമങ്ങളിലെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ചടങ്ങിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നീങ്ങാൻ സാധിക്കും. നമ്മുടെ വിശിഷ്ടാതിഥികൾ നിറസാന്നിധ്യത്തിൽ നമ്മൾ ഈ ഒരു ചടങ്ങിലേക്ക് നീങ്ങുന്നു. പരമാവധി എല്ലാവരും റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കുമായിട്ട് നിൽക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു 5 മിനിറ്റിനകം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷമായിരിക്കും നമുക്ക് ഒഫീഷ്യലായിട്ട് വിവിധ കൗണ്ടറുകളിൽ നമുക്ക് ആ ടോക്കൺ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ചടങ്ങിലേക്ക് നീങ്ങാം. 1500 കുടുംബാംഗങ്ങൾക്ക്, അർബുദബാധിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് ജാതിമത ഭേദമന്യേ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷനും ജോയ് ആലുക്കാസ് ഗ്രൂപ്പും ചേർന്ന് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ സെഷനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും അത് ഒരുമിച്ച് ഏറ്റുവാങ്ങുക. വിശിഷ്ടാതിഥികളുടെ ഒക്കെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിലേക്ക് ബഹുമാനായിട്ടുള്ള ഞങ്ങളുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോയ് ആലുക്കാസ് അവர்கள், അതോടൊപ്പം ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ എല്ലാമായ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഡയറക്ടർ ശ്രീമതി ജോയ് ആലുക്കാസ്, മറ്റ് വിശിഷ്ടാതിഥികൾ എല്ലാവരും ചേർന്ന് 150 കുടുംബാംഗങ്ങളും ചേർന്ന് അതിന്റെ ആദ്യഘട്ടം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു പുതിയ വലിയ തുടക്കം. 10 പേര് വെരിഫിക്കേഷൻ 1 to 10.